താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല എത്ര ധന്യമേ താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താ എത്ര ധന്യമേ ഈ ലോക ജീവിതം ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്തിരിഞ്ഞ് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്തിരിഞ്ഞ് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയല്ല ധന്യമേ ഈ ലോക ജീവിതം അനാഥനല്ല ഞാൻ അശരണനല്ല ഞാൻ അവകാശിയാണു ഞാൻ പരദേശിയാണു ഞാൻ അത്യുന്നതൻ നിത്യവും ചാരിടും ഞാൻ എത്ര ബോധമാ അനാഥനല്ല ഞാൻ അശരണനല്ല ഞാൻ അവകാശിയാണു ഞാൻ പരദേശിയാണു അത്യുന്നതൻ നിത്യവും ചാരിടും ഞാൻ എത്ര ബോധമാ താൻ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലോർത്താ എത്ര ധന്യമേ ഈ ലോക ജീവിതം താൻ വാഴുകയാ യേശു വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന് ഭീതിയെ കുറിച്ചല്ല ഭീതിയില്ല എന്റെ ഭാവിയല്ല എത്ര ധന്യമേ ഈ ലോക ജീവിതം അതുകൊണ്ട് ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്നിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ ഒരിക്കൽ കൂടി ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്നി തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ താൻ വാഴുകയാ ആകുലമില്ല നാളെയെക്കുറിച്ചുള്ള ഭീതിയാണോ ഭീതിയില്ല എന്റെ കൂടെ യേശു ഉള്ളതിനാൽ ഒന്ന് സന്തോഷത്തോടെ ഉറക്കെ ഒരുങ്ങൽ യേശു വാഴുകയാൽ ആകുലമില്ല
വാഴുകയാ ആകുലമില്ല നാളെയെന്ത് ഭീതിയില്ല ഭാവിയല്ല കയ്യിലെന്നോർക്കാം ആയത്ര തന്നെ ഈ ലോക ജീവിതം താൻ വാഴുകയാ യേശു വാഴുകയാ ആകുലമില്ല നാളെയെന്ത് ഭീതിയില്ല ഭാവിയല്ല കയ്യിലെന്നോർക്കാം ആയത്ര തന്നെ ഈ ലോക ജീവിതം. സങ്കീർത്തനം 73-28 വാക്യം. അമ്മാൻ ഒറ്റൊരു കീവാക്ക, ഒറ്റൊരു വാക്ക്. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അമ്മാൻ എത്ര പേർ അറിയുന്നു? അമ്മാൻ എത്ര പേർ അറിയുന്നത്? എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് എത്ര നല്ലത്. അമ്മാൻ ഹല്ലേലൂയ. ആ 73 സങ്കീർത്തനം ആസാഫിൻ്റെ ഹല്ലേലൂയ ആസാഫിനെ കുറിച്ച് പറയുമ്പോൾ സംഗീത പ്രമാണിയാണ്. പക്ഷേ അതിൻ്റെ തുടക്കം പറയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ലോകക്കാരെ നോക്കിയിട്ടാണ് പുള്ളി പറയുന്നത്. എൻ്റെ ആദ്യമായി വായിക്കാൻ ആരെങ്കിലും ഹല്ലേലൂയ. എന്നാൽ ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞത് ആസാഫ്. പക്ഷേ കൂടെയുള്ള സഹോദരന്മാരും ദൈവത്തെ അറിയാത്തവർക്കും നല്ല കാലവും അവർക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരുന്നപ്പോൾ ആസാഫിൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ കയറി പ്രവർത്തിച്ചത് ആ ഒരു കാര്യമാണ്. എങ്കിലും ഏറെക്കുറെ എൻ്റെ കാലുകൾ വഴുതിപ്പോയി. അമ്മാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. എങ്കിലും എൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. ആ സങ്കീർത്തനം മൊത്തം ഒരു നീളം വായിച്ചു അവസാനമായി എന്നാലും ദൈവത്തോട് അടുത്തിരിക്കുന്നത്. അമ്മാൻ ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഹല്ലേലൂയ. നമ്മളെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ എല്ലാമായിരിക്കും നമ്മൾ പലപ്പോഴും തള്ളാറുണ്ട്. ഹല്ലേലൂയ. ദൈവം ഉണ്ടോ? ദൈവം എന്നെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എല്ലാം നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ ദൈവത്തെ കുറ്റം പറയും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ കുറ്റം പറയും, ദൈവത്തെ തള്ളും. ആസാഫിനെ പോലെ ഞാൻ കർത്താവിനെ അറിഞ്ഞു, ഞാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ഞാൻ ചർച്ചയിൽ പോകുന്നു, പക്ഷേ എനിക്കെന്താ ഒരു നന്മയും കാണാത്തത്? എനിക്കെന്താ ഒരു നന്മ ഉണ്ടാകാത്തത്? എനിക്കെന്താ ഒരു വിടുതലില്ലാത്തത്? ഹല്ലേലൂയ. നിങ്ങൾ ആരും പറഞ്ഞില്ലാത്തതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ചില അവസ്ഥകളിൽ കർത്താവ് നീ എന്നെ കാണുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അമ്മാൻ ഹല്ലേലൂയ. എങ്കിലും എൻ്റെ ദൈവനെ തള്ളാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തെ അടുത്തിരിക്കാൻ, അമ്മാൻ ദൈവത്തോട് അടുത്തിരിക്കുവാൻ എനിക്ക് നല്ലത്. എത്ര പേർ അതിൽ എക്സ്പീരിയൻസ് ഇട്ടുണ്ട്? ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നമ്മുടെ ക്ഷാമം, പ്രയാസം എല്ലാ കാലങ്ങളിലും കർത്താവിനോട് അടുത്തിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അമ്മാൻ ഹല്ലേലൂയ. കർത്താവിനോട് അടുത്തിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അമ്മാൻ കർത്താവിനോട് അടുത്തിരിക്കുമ്പോൾ അമ്മാൻ ഹല്ലേലൂയ എന്തുവാ നമ്മൾ മാനിഫെസ്റ്റ്, എന്തുവാ അതെങ്ങനെയാണ് കർത്താവിനോട് അടുത്തിരിക്കുന്നത്? ഹല്ലേലൂയ. എങ്ങനെയാണ് കർത്താവിനോട് കേൾക്കുന്നത്, കർത്താവിനോട് അടുത്തിരിക്കുന്നത് എങ്ങനെ നല്ലതെന്ന് പറയാൻ കഴിയുന്നു? അമ്മേൻ എല്ലാവരും വിശ്വാസ ജീവിതത്തിലാണ്, എല്ലാവരും കർത്താവ് വേലയില്ല. പക്ഷേ എങ്കിലും കർത്താവിനോട് അടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? അമ്മേൻ ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്കിന് വായിക്കാം. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. അമ്മേൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും എന്ന് വിശ്വസിക്കേണ്ടത്. അമ്മേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ആദ്യം അറിയണം ദൈവം ഉണ്ടെന്ന്. അമ്മേൻ ഹല്ലേലൂയ. എല്ലാവരും ചർച്ചയിൽ പോകുന്നു, ഞാനും പോകുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെയല്ല. നീ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ നിൻ്റെ ഉള്ളിൽ അത് മാനിഫെസ്റ്റ് ചെയ്യണം. അമ്മേൻ ദൈവം ഉണ്ടെന്ന്. അമ്മേൻ ഹല്ലേലൂയ. ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക്. അമ്മേൻ ആർക്കാ പ്രതിഫലമുള്ളത്? തന്നെ അന്വേഷിക്കുന്നവർക്കാണ് പ്രതിഫലമുള്ളത്. അമ്മേൻ ഹല്ലേലൂയ. പക്ഷെ അതിലുപരി അതിന് മേൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ വിശ്വാസം കൂടാതെ. അമ്മേൻ ഹല്ലേലൂയ. എന്നാൽ വിശ്വാസം കൂടാതെ. ഹല്ലേലൂയ. ഈ ദൈവത്തെ അടുത്തിരിക്കണമെങ്കിൽ ആദ്യം ബേസ് സാധനം വിശ്വാസമാണ്.
ആമേൻ. വിശ്വാസം അതിൻ്റെ ബേസ്. നീ കർത്താവിനെ അറിഞ്ഞോ, രുചിച്ചോ, നീ ചർച്ചയിൽ പോകുന്നു, പക്ഷേ നിനക്ക് വിശ്വാസം എന്നൊരു ബേസ് ഇല്ലെങ്കിൽ നീ പോകുന്ന വെറുതെ. നീ പോകുന്ന വെറുതെ. പോയിരുന്ന് കണ്ടു കേട്ടു നീ മടങ്ങിപ്പോവും. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. ആമേൻ. ഇന്ന് പകലിൽ ചില വിശ്വാസങ്ങൾ ഉളവാകട്ടെ. ഇന്ന് പകൽ ചില വിശ്വാസങ്ങൾ ഉളവാകട്ടെ. എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ നിൻ്റെ വിശ്വാസങ്ങൾ, എവിടേക്കോ മാറിപ്പോയ നിൻ്റെ വിശ്വാസങ്ങൾ, എവിടേക്കോ വിട്ടുപോയ നിൻ്റെ ചില ചെറിയ ചെറിയ തെറ്റുകൾ, പക്ഷേ അന്ന് പകൽ വിശ്വാസത്താൽ അത് മടങ്ങി വരട്ടെ. വിശ്വാസത്താൽ അത് മടങ്ങി വരട്ടെ. വിശ്വാസത്താൽ അത് മടങ്ങി വരട്ടെ. ഒരു വിശ്വാസം, ഒരു പുതുവിശ്വാസം. ഞാൻ കർത്താവിനോട് അടുത്തിരിക്കുകയാൽ, അവനോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലതായതുകൊണ്ട് എൻ്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ. വിശ്വാസം. ഹാലലൂയ. എല്ലാവരും ഉറക്കെ പറ, വിശ്വാസം. എൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാകട്ടെ. എൻ്റെ ഉള്ളിലൊരു വിശ്വാസം കത്തട്ടെ. ഹാലലൂയ. എൻ്റെ ഉള്ളിലൊരു വിശ്വാസം കത്തട്ടെ. എന്തുവാ വിശ്വാസത്തിൻ്റെ ബേസ്? അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാക്കന്മാരെന്ന് പറയും. ആമേൻ. വിശ്വാസം എന്നാൽ എന്തുവാ? എബ്രായർ 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ 3 മണിക്ക് എന്തിനാ അതിനകത്തോട്ട് കയറി വന്നേ? ഹല്ലേലൂയ. നിൻ്റെ ഭാരം, പ്രയാസം എല്ലാം നിൻ്റെ കർത്താവിൻ സന്നിധിയിൽ ഇറക്കി വെക്കുവാനാ. നിനക്കൊരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു ഉറപ്പുണ്ട്. ദൈവസന്നിധിയിൽ ഞാൻ വന്നിരിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ വിശ്വാസത്തെ മാനിക്കും. ഹല്ലേലൂയ. വിശ്വാസം അങ്ങനെയാണ് പലപ്പോഴും. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ ആശിച്ച കർത്താവിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം, ചില ക്രിയകൾ ചെയ്യുന്നതും പ്രവൃത്തിയെല്ലാം വിശ്വാസത്തിലായിരിക്കും. പക്ഷേ കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. ആമേൻ. ഹല്ലേലൂയ. കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം അത് ഭയങ്കര വലുതാട്ടോ. കാണാത്ത കാര്യങ്ങളെ നിശ്ചയിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അത് കണ്ടിട്ടില്ല, അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ നിൻ്റെ വിശ്വാസ പോർക്കളത്തിൽ നീ വിളിച്ചു പറയണം. നിൻ്റെ വിശ്വാസ പോർക്കളത്തിൽ നീ അത് വിളിച്ചു പറയണം. നിൻ്റെ വാ കൊണ്ട് അത് വിളിച്ചു പറയണം. ആ കാണാത്ത കാര്യത്തെ നോക്കി എൻ്റെ ദൈവത്താൽ എൻ്റെ വിശ്വാസത്തെ നീ കാണാത്തൊരു കാര്യമാണ്. നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നിൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നത് ഒരു കാണാത്ത കാര്യത്തെ നീ വാ കൊണ്ട് വിളിച്ചു പറയുമ്പോഴാണ്. ഒരു കാണാത്ത കാര്യത്തെ നീ വാ കൊണ്ട് വിളിച്ചു പറയുമ്പോഴാണ്. എന്തോ അസാധ്യം, എന്തോ നിനക്ക് രോഗം, എനിക്ക് അറിയത്തില്ല, പക്ഷെ എങ്കിലും നീ വാ കൊണ്ട് വിളിച്ചു പറ. എൻ്റെ ദൈവം എൻ്റെ വിശ്വാസത്തെ കാക്കുന്ന ദൈവം കാണാത്ത കാര്യത്തെ അവൻ എനിക്ക് മേൽ കാണിച്ചു തരും. ഹല്ലേലൂയ. കാണാത്ത കാര്യത്തെ വിശ്വസിക്കാൻ ഭയങ്കര പാടാട്ടോ. ഹല്ലേലൂയ. അത് പറഞ്ഞു ഫലിപ്പിക്കാനും ഭയങ്കര പാടാണ്. ഹല്ലേലൂയ. ബൈബിൾ വായിക്കുമ്പോൾ നോഹ എന്നൊരു മനുഷ്യനുണ്ട്. എല്ലാവരും അബ്രഹാമിനെ വിശ്വാസത്തിൻ്റെ പിതാവായി കാണുന്നേ. നോഹ എന്നൊരു മനുഷ്യനുണ്ട്. ഒരു പെട്ടകം ഉണ്ടാക്കിയ മനുഷ്യനുണ്ട്. എടുത്ത് വായിക്കില്ല, അത് എല്ലാവർക്കും അറിയാമെന്ന് പറയാം. ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കും. പക്ഷെ നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾ കാര്യം നോക്കണം, അതുവരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. അതുവരെ ഭൂമിയിൽ മഴ എന്തെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? അതുവരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. അതുവരെ ഒരു വെള്ളം ചിലപ്പോൾ ഒന്നും നടന്നിട്ടില്ല ഭൂമിയിൽ. പക്ഷെ ഒരു മനുഷ്യൻ കാണാത്ത കാര്യം വിശ്വസിച്ചെന്നേ. ഒരു മനുഷ്യൻ കാണാത്ത കാര്യം വിശ്വസിച്ച് ദേശത്ത് മൊത്തവും പറയുക, യഹോവ പറഞ്ഞു ഭൂമിയിൽ മഴ പെയ്യുമെന്ന്. നിന്റെ വിശ്വാസത്തിൽ വേരുകൾ മുളയ്ക്കട്ടെ. കാണാത്ത കാര്യങ്ങൾക്കൊക്കെ ഒരു വേരുകൾ മുളയ്ക്കട്ടെ. അത് വാ കൊണ്ട് നീ വിളിച്ചു പറ. എൻ്റെ ദൈവമാ എന്നോട് പറഞ്ഞത് എൻ്റെ ക്യാൻസർ സൗഖ്യമാകും. എൻ്റെ ദൈവമാ പറഞ്ഞത് എന്നെ അന്യനാട്ടിൽ കൊണ്ടുപോകുമെന്ന്. പക്ഷെ നീ അത് കണ്ടിട്ടില്ല, അതിനൊരു സാധ്യതയുമില്ല. പക്ഷെ നിന്നെ നാവെടുത്ത് ചലിപ്പിച്ച് വാ തുറന്ന് പറഞ്ഞു, എന്നെ വിശ്വസിച്ച ദൈവം ഞാൻ കാണാത്ത കാര്യങ്ങൾ വാ കൊണ്ട് പ്രസ്താവിക്കും. അതെൻ്റെ ദൈവത്താൽ അത് സാധ്യമാകും. അങ്ങനെ ചില വിശ്വാസങ്ങൾ അത് സംഭവിക്കും.
പുള്ളിക്കാരൻ്റെ ഒരു അവസ്ഥ ആലോചിക്കണേ, അവസ്ഥ ആലോചിച്ച് നോക്കണേ. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലെന്നേ. അതുവരെ ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല ആ സാധനം. അമ്മേൻ, എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? അതുവരെ ആരും കണ്ടിട്ടില്ല മഴ എന്തുവാന്ന്. മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ പട്ടണത്തിൽ പോയി നിന്ന് ആലോചിച്ച് നോക്കിയാൽ മനുഷ്യൻ്റെ അവസ്ഥ. യഹോവ പറഞ്ഞു മഴ പെയ്യും, പൊട്ടനെ പോലെ നിന്ന് പറഞ്ഞാണ്, പൊട്ടനെ പോലെ. പക്ഷെ വിശ്വാസത്തിന് അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പുണ്ട്. പ്രവൃത്തി ഉണ്ടായിരുന്നു. അമ്മേൻ, എൻ്റെ ഒരു കാഴ്ചക്കാപ്പി പറയാം. പുള്ളിക്കാരൻ രാവിലെ തൊട്ട് ഉച്ച വരെ പട്ടണത്തിൽ പോയി പറയും മഴ പെയ്യും. യഹോവ പറഞ്ഞു മഴ പെയ്യും. എല്ലാവരും പേടകത്തിലേക്ക് കയറാം. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പുള്ളിക്കാരൻ പറഞ്ഞ ഗോഫർ മരം എടുത്ത് കീല് കൊടുത്ത് പുള്ളിക്കാരൻ ഉണ്ടാക്കുക, പ്രവർത്തിക്കുക, വിശ്വസിക്കുക. ചിന്താമണ്ഡലങ്ങളിൽ ഒരു ഡൗട്ടും കൊടുക്കാതെ ഒരു പിശാചിനും പിടി കൊടുക്കാതെ അത് നടക്കുമോ ഇല്ലയോ ഒന്നല്ല എന്നോട് പറഞ്ഞത് ദൈവമാ. അത് നടക്കും, അത് കാണാത്ത കാര്യമാണ്. പക്ഷേ എൻ്റെ വിശ്വാസത്തിൽ അത് മഴ പെയ്യോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവമാ പേടകം ഉണ്ടാക്കാൻ പറഞ്ഞത്. ദൈവമാ പറഞ്ഞത് പേടകം ഉണ്ടാക്കാൻ. പുള്ളി അതുകൊണ്ടാ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രവൃത്തി, വിശ്വാസത്താൽ ഒരു പ്രവൃത്തി. ഒരു പ്രവൃത്തി. നിന്റെ വിശ്വാസത്തിൽ ഒരു പ്രവൃത്തി. നിന്റെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും ഭംഗം വന്ന് പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും നീ കുറച്ച് പിന്നോട്ടായി പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ വിശ്വാസത്തിന് പ്രവൃത്തികളെ ചലിപ്പിക്കാൻ കഴിയും. ചിലതിനെ നോക്കി നീ ഒന്ന് പ്രവർത്തിച്ചു പറ. ചിലതിനെ നോക്കി ഒന്ന് പ്രവചിച്ചു പറ. നിന്റെ തലമുറയെ നോക്കി ഒന്ന് പ്രവചിച്ചു പറ. നിന്റെ സാഹചര്യങ്ങളെ നോക്കി ഒന്ന് പ്രവചിച്ചു പറ. എന്നിട്ട് നീ വാ കൊണ്ട് പ്രസ്താവിക്കേ. അതിൻ്റെ വാ കൊണ്ട് പ്രസ്താവിക്കേ. എന്നാൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. ഇതെങ്ങനെയാ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഹല്ലേലൂയ. ഇതെങ്ങനെയാ നമ്മളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നത്? അമ്മേ, പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ ഭയങ്കര പാടുള്ള കാര്യമാണ് ദൈവവചനം. അമ്മേ, എത്ര പേർക്ക് അറിയാം ഇതെങ്ങനെയാ ലൈഫുമായിട്ട് കണക്റ്റ് ആവുന്നത്? റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. എത്ര പേർ എൻ്റെ കൂടെ ഉണ്ട്? വിശ്വാസം നീ കേൾക്കുന്നതാ. അമ്മേൻ, ഹല്ലേലൂയ. എന്തിനാ ചർച്ചയിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറയുമെന്നറിയാമോ? നീ അത് കേൾക്കാനാ. അമ്മേൻ, അവന് കിട്ടിയത് മാത്രമല്ല, അത് നിനക്കും കിട്ടാൻ വേണ്ടിയാ സാക്ഷ്യം പറയുന്നത്. അമ്മേൻ, അത് കേൾക്കാൻ വേണ്ടിയാ പറയുന്നത്. ഹല്ലേലൂയ. കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആമേൻ, ഹല്ലേലൂയ. നിന്റെ വിശ്വാസം ഇതിനകത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ വിശ്വാസം നിനക്ക് രോഗമാണോ, കടഭാരമാണോ, എന്തുവാ ഇതിനകത്തുണ്ടത്? ഇതിനകത്തുണ്ട്. ഇത് നീ തുറക്കാത്തോണ്ട. ആമേൻ. എന്നും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനം മാത്രം വായിക്കുന്നുണ്ടാണ് നിന്റെ വിശ്വാസം ബാക്കിലോട്ട് പോകുന്നത്. ഈ ദിവസങ്ങളിൽ നീ വാ തുറന്നൊന്ന് പറ. വിശ്വാസം എന്നതോ നിന്റെ സാഹചര്യങ്ങൾ നോക്കി വിളിച്ചു പറ. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആ ഉറപ്പോടെ നീ വൈകിട്ട് വീട്ടിൽ പോകളെ. അമ്മേൻ, ഈ പകലിൽ നീ ആ ഒരു ഉറപ്പാണ് പ്രാപിക്കാനുള്ളത്. എത്ര പേർക്ക് എൻ്റെ കൂടെയുണ്ട്? ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ, കാണാത്ത കാര്യത്തിൻ്റെ. അമ്മേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, അമ്മേൻ, ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അമ്മേൻ, ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന ഫസ്റ്റ് 2 സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. വിശ്വാസം. ദൈവത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തുവാ? ദൈവത്തിൻ്റെ അടുത്തിരിക്കുമ്പോഴുള്ള ചുമ്മാ നീ ചർച്ചയിൽ വന്നിട്ട് പോകുന്നതല്ല. അമ്മേൻ, നീ ദൈവത്തെ ഹൃദയം കൊണ്ട് അന്വേഷിക്കാൻ തുടങ്ങിയാൽ, അമ്മേൻ, ഹല്ലേലൂയ, നീ ബുദ്ധിമണ്ഡലങ്ങളും നിന്റെ സാഹചര്യങ്ങളും നിന്റെ വിഷയങ്ങളുടെ വിടുതലിനും വേണ്ടിയല്ല ദൈവത്തിന് മുമ്പ് ഒരാളെ. നീ പൂർണ്ണ ഹൃദയത്തോടെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ അവൻ്റെ കൃപാസനത്തിൽ കയറി വരുന്ന ദിവസങ്ങളിൽ, അമ്മേൻ, അവൻ്റെ വാഗ്ദത്തങ്ങൾ നിന്റെ മേലിരിക്കുന്നു. എന്തുവാ ദൈവത്തോട് അടുത്തിരിക്കുമ്പോഴുള്ള ഗുണങ്ങൾ? ഹല്ലേലൂയ. യാക്കോബ് 4:8. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ആമേൻ. ദൈവത്തോട്
അടുത്ത് ചെല്ലുവേൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ആരുടെ അടുത്തോട്ടാണ് പോകുന്നത്? ദൈവത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ എന്തോ ആ വാക്യം പറയുന്നത്? അവൻ നിങ്ങളോട് അടുത്ത് വരും. അവൻ നിങ്ങളോട് അടുത്ത് വരും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നിങ്ങളിലേക്ക് അടുത്ത് വരും. ആമേൻ. ഹല്ലേലൂയ. 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 ദൈവത്തോട് അടുത്ത് വരും. ആമേൻ. പക്ഷെ നീ ഒരു നാൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ, ഒരു നാൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ അവൻ നിൻ്റെ അടുക്കിലേക്ക് വരും. ആമേൻ. അവൻ നിൻ്റെ അടുക്കിലേക്ക് വരും. അവൻ നിൻ്റെ അടുക്കിലേക്ക് വരും. അവൻ നിൻ്റെ അടുക്കിലേക്ക് വരും. ഓ, നീ വാ കൊണ്ടൊന്ന് വിളിച്ചാൽ മതി. യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഓ റാബാ ഷേ യെസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നൊരു ദൈവം. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഇതാരാ ഈ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്? ആമേൻ. ഹല്ലേലൂയ. ആരാ? ഒന്ന് പറഞ്ഞേ, ആരാ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്? ക്വാളിറ്റിയുള്ള മനുഷ്യനൊന്നും അല്ലെന്നേ. നമ്മളെപ്പോലെ സാധാരണപ്പെട്ടവരും പാവികളും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരും ആ ദൈവത്തിന് അടുത്ത് പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ സാഹചര്യമാ നീ ഇതിനകത്തോട്ട് കയറുന്നത്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ഒരു അവസ്ഥയാ നീ ഇങ്ങനെ കയറുന്നേ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തിലേക്ക് വന്നതല്ലെന്നേ. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി, കാണാത്ത ഡോക്ടർമാരെ ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു. ലൈഫിലെ ഒരു ചാൻസും ഇല്ലാതെ നിൽക്കുന്ന സമയത്താ ആരാന്തോ ഒരാൾ വന്ന് പറയുക, എനിക്കൊരാളറിയാം യേശുവിനെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിച്ചോട്ടെ. എന്തായാലും ഇതുവരെ ചെയ്തില്ലേ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോ. അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് വന്നവരുമുണ്ട്. ഹല്ലേലൂയ. നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി ഇറങ്ങുന്നൊരു ദൈവം. ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ആമേൻ. നമ്മൾ പോകുന്നത് എന്തുവാ? ഈ ഭാരം പ്രയാസവും എല്ലാം കൊണ്ടാണ് ഈ ചർച്ചിനകത്തോട് കയറി വരുന്നത്. ആമേൻ. ഹല്ലേലൂയ. അല്ലെന്ന് ഞാൻ ആരും ഒരിക്കലും പറയില്ല. എല്ലാവരും അങ്ങനെ തന്നെ. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ തലമുറ, എൻ്റെ കുടുംബം ഒന്ന് ഫ്രീ ആയിട്ട് കർത്താവിനെ ആരാധിക്കാൻ പോലും സമ്മതിക്കത്തില്ലെന്നേ. അത്രമേൽ പ്രഷറാണ് നിൻ്റെ ഹൃദയത്തിൽ. എൻ്റെ ഭാവി, എൻ്റെ തലമുറ, എൻ്റെ മക്കൾ ഇനി എന്തോ ആവും. അടുത്തതെല്ലാം പേടിയാ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുവാൻ. ഭയങ്കര പേടിയാ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുവാൻ. ഒരു നിമിഷം നീ കർത്താവിന് അടുത്തോട്ട് ചെന്നാൽ അവൻ നിന്റെ അടുത്തോട്ട് വരും. നീ പേടിച്ച് മാറി മാറി നിൽക്കുക. എൻ്റെ സാഹചര്യം, എൻ്റെ അവസ്ഥ, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കർത്താവിനെ, ഞാൻ ഈ ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ, എനിക്ക് ടൈമില്ല, എനിക്ക് സമയമില്ല, എൻ്റെ ബുദ്ധിമുട്ടാണ്, എനിക്ക് പ്രതികൂലമാണ്, എനിക്ക് ജോലിയില്ല. പക്ഷെ നീ അടുത്തോട്ട് ചിലപ്പോൾ അവിടെ നിന്ന് വരുന്ന ആരെന്നറിയാമോ? മരണത്തെ ജയിച്ച ജയവീരൻ. ആമേൻ. മരണത്തെ ജയിച്ച ജയവീരൻ, ഉള്ളതിനെ ഉളവാക്കിയവൻ. ആമേൻ. ഒരു വാക്കിനാൽ ആകാശവും ഭൂമിയും നിറച്ചവൻ, ഓ സൃഷ്ടിച്ചവൻ, അവനാ ഇങ്ങോട്ട് വരുന്നേ. നീ നിന്റെ കടഭാരവും പ്രയാസവും രോഗവും ദുഃഖവും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ജയവീരനായി ഒരുത്തൻ ഇങ്ങോട്ട് വരിക നിന്നെ തേടി. ഓ റാമാ ഷേ ധേ രേ 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 രേ. ഇത് പകൽ അവൻ അടുത്തോട്ടൊന്ന് ചേരുവാൻ നിന്റെ ഹൃദയം കൊണ്ടൊന്ന് വാഞ്ചിച്ചോ. ഓ, നീ ഒന്ന് അടുത്ത് ചെന്നാൽ മതി, അവൻ നിന്റെ അടുത്തേക്ക് മടങ്ങി വരും. ഓ, കർത്താവിനോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നല്ലത്. എത്ര പേർ പറയും എൻ്റെ കർത്താവിനോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നല്ലത്? ഇന്ന് പകലിൽ പറഞ്ഞോ, നിന്റെ പകലിൽ പറഞ്ഞോ, എൻ്റെ കർത്താവിനോട് ഞാൻ അറിഞ്ഞത്, ഈ നല്ല ദൈവത്തെ ഞാൻ രുചിച്ചത്, അതാ എനിക്ക് നല്ലത്, അതാ എനിക്ക് നല്ലത്. നിമിഷം എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒന്നും കൂടെ ചെല്ലുവാൻ, ഒന്നും കൂടെ ചെല്ലുവാൻ. പഴയതുപോലെയല്ല, ഒന്നും കൂടെ. കർത്താവേ, ഞാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു കർത്താവേ, നിൻ്റെ അടുക്കൽ വരുവാൻ, എന്നോട് എൻ്റെ അടുക്കിലേക്ക് കർത്താവ് ഇന്ന് വരണമെന്ന് പറയുവാൻ ഹൃദയം കൊണ്ട്. ആമേൻ. കർത്താവിൻ്റെ അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ആമേൻ. നമ്മളെ കുറിവാക്യം മറന്നു പോകരുത്. ആമേൻ. ഇന്ന് പകലിൽ നീ കർത്താവിനോട് അടുത്തിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ആമേൻ. നിൻ്റെ തലമുറയ്ക്ക് നല്ലത്. ആമേൻ. ഹല്ലേലൂയ.
വേറെ ആരോ കൂടെ ഇരിക്കുന്നതല്ല നല്ലത്, നീ കർത്താവിനോട് ചേർന്നിരിക്കുന്നതാ. ഓ റാമാ ഷേഖേരേ, അതൊന്ന് ഏറ്റെടുത്തോണം. നിന്റെ സാഹചര്യങ്ങളോ അവസ്ഥകളോ ഒന്നുമല്ല. ഈ സമയങ്ങളിലും ഈ ലോകം ഇങ്ങനെ നിൽക്കുമ്പോഴും ഹല്ലേലൂയ, നീ കർത്താവിനോട് പറ്റിയിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ കർത്താവിനോട് പറ്റിയിരിക്കുന്നതാണ് നിന്റെ തലമുറയ്ക്ക് നല്ലത്. ഓ, നീ കർത്താവിനെ അറിഞ്ഞതാണ് നിനക്ക് നല്ലത്. രണ്ടാമത്തെ കാരണം അടുത്തിരിക്കുമ്പോൾ രണ്ടാമത്തെ വാഗ്ദത്തം കർത്താവിൻ്റെ എബ്രായർ 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ഗ്യാരണ്ടിയാത്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ ഗ്യാരണ്ടിയാത്. ആമേൻ. ഇവിടെ ആയാലും അവിടെ ആയാലും ആമേൻ, നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു കർത്താവ്. ആമേൻ, ഹല്ലേലൂയ. നീ അവനോട് പറ്റിയിരിക്കുമ്പോൾ വേറെ ലോകക്കാർ ആരും തരാത്തൊരു ഗ്യാരണ്ടിയാണ് പറയുന്നത്. ഓ, അവിടെ ആയാലും സ്വർഗത്തിലായാലും ഭൂമിയിലായാലും നിനക്ക് വേണ്ടി നിരന്തരം പക്ഷാപാതം ചെയ്യുന്നവൻ. ഓ റാഷാന്തേരേ, എത്ര പേർ. ഓ, അവൻ മുഖാന്തരം ആരാ? ഓ, യേശു മുഖാന്തരം. ഓ, നീ അവനോട് പറ്റിയിരിക്കിയാൽ അവൻ്റെ രണ്ടാമത്തെ വാഗ്ദത്തം നിന്റെ മേൽ കിടക്കുന്നത്. ആമേൻ. നീ ഭൂമിയിലായാലും ആകാശത്തിലായാലും ഓ റാഷാന്തേരേ, നിനക്ക് വേണ്ടി പക്ഷപാതം. ഓ, ആരാ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത്? യേശുവാ. ഓ, യേശുവാ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത്. യേശുവാ. ഓ, ഹല്ലേലൂയ. ഓ, നിന്നെ സഹായിക്കാന്ന് പറഞ്ഞവർ മാറിപ്പോകും. ഓ, നിന്നെ കൈപിടിച്ച് ഉയർത്താന്ന് പറഞ്ഞവർ മാറിപ്പോകും. സാഹചര്യങ്ങൾ ചിലപ്പോൾ മാറിപ്പോകും. എങ്കിലും വാക്ക് പറഞ്ഞവൻ മാറാത്തവൻ വിശ്വസ്തൻ. അവനാ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നേ. അവനാ നിനക്ക് വേണ്ടി നിലകൊള്ളുന്നേ. അവനാ നിനക്ക് വേണ്ടി മൂന്നാമനായി ഇറങ്ങി വരുന്നത്. ഓ നീ വെറുതെ അല്ല കർത്താവിനോട് പറ്റിയിരിക്കുന്നത്. ഓ, അവൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാൽ ഓ ലോകം ചിലപ്പോൾ നിന്നെയും യേശുവിനെയും തമ്മിൽ കുറച്ച് അകറ്റി കാണും. ലോകം ചിലപ്പോൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ കുറച്ച് അകറ്റി കാണും. നീ കുറച്ച് പുറകോട്ടിലായിരിക്കും. പക്ഷേ നീ ഭയപ്പെടരുത്. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ ഈ പകലിലും ഇതിന് മധ്യേ ഓ രാവിലും പകലും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ. നിന്റെ ഏത് അവസ്ഥയിലും നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു ദൈവം. ഒന്ന് ഉറപ്പോട് പറഞ്ഞേ, എൻ്റെ ദൈവത്തോട് പറ്റിയിരിക്കുന്നത് എനിക്ക് നല്ലത്. ഉറപ്പോടൊന്ന് വിളിച്ചു പറ. നീ പറ്റിയിരുന്നാലേ ഈ വാഗ്ദത്തം നിന്റെ മേൽ വീഴുവോളന്നേ. ആമേൻ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ പെട്ടുപോകും, അല്ലെങ്കിൽ ഈ രോഗത്തിൽ പെട്ടുപോകും, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ മുങ്ങിപ്പോകും. നീ കർത്താവിനോട് പറ്റിയിരുന്നാൽ മാത്രമേ അവൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുള്ളൂ. ഓ, നീ വിളിക്കുമ്പോൾ അവൻ നിന്റെ അടുക്കലേക്ക് വരത്തുള്ളൂ. ഓ റാബാ ഷേഖേ രേ 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 രേ. എത്ര പേർ അത് പ്രാപിക്കുന്നു. ഓ റാബാ ഷേഖേ രേ 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 രേ. എൻ്റെ ദൈവത്തോട് ഞാൻ പറ്റിയിരിക്കുന്നത് എനിക്ക് നല്ലത്. ഓ റാബാ ഷേഖേ രേ 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 രേ. ഹല്ലേലൂയ. ഒരു മൂന്നാമത്തെ വാഗ്ദത്തം യോഹന്നാൻ 6:37. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. ഇതാ ദൈവത്തിന് ഒന്നോട് പറയാനുള്ളത്. ഒന്ന് ഉറക്ക വായിച്ചേ സിസ്റ്റർ, അത് ഉറക്ക വായിച്ചേ. അത് പിതാവ് എനിക്ക് തരുന്നതൊക്കെയും അതല്ല സിസ്റ്റർ, അടുത്ത തൊട്ടടുത്ത് എൻ്റെ അടുക്കൽ വരുന്നവനെ. യെസ്, അത് വാ തുറന്ന് പറ. എൻ്റെ അടുക്കൽ വരുന്നവനെ. ആമേൻ. നീ കർത്താവിനോട് പറ്റിയിരിക്കുമ്പോൾ, നീ കർത്താവിനോട് പറ്റി ചേർന്നിരിക്കുമ്പോൾ അവൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഒരു നാളും നിന്നെ തള്ളിക്കളയാത്തൊരു ദൈവം. ഹല്ലേലൂയ. പിതാവ് എനിക്ക് തരുന്നതൊക്കെ എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഓരോ നാളും
തള്ളിക്കളയുകയില്ല. ആമേൻ. എത്ര വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. എത്ര നല്ല കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നേ. ലോകത്തിൽ ആശ്രയിക്കുന്നേക്കാളും എൻ്റെ കർത്താവിൽ പറ്റിയിരിക്കുന്നതല്ലേ നല്ലത്. ആമേൻ. 73 സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു. അമ്മേൻ. ജാതികളുടെ സുഖമോ സൗഭാഗ്യമോ ഒന്നും കണ്ടിട്ട് നീ കർത്താവിനെ തള്ളി പോയാൽ അമ്മേൻ നിനക്ക് നഷ്ടം. ഹല്ലേലൂയ. ലോകക്കാർ പലതും പറയും, പക്ഷെ നീ മുന്നോട്ട് പോയാൽ. ആസാഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴുള്ള കാര്യമുണ്ട്. ആസാഫ് സംഗീത പ്രമാണിയായിരുന്നു. ആമേൻ. ഒരു നിമിഷത്തെ ഒരു പിന്നോട്ട് പോക്കാം, ഒരു നിമിഷത്തെ ഒരു പുറകോട്ട് പോക്കാം. ആസാഫ് തന്നെ താഴ്ത്തി പറയും, ഞാൻ പൊട്ടനെ പോലെ, ഒരു മൃഗത്തെ പോലെ. എവിടെയാ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിയതുകൊണ്ടാ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിയതുകൊണ്ടാ. അവസാനം ആ തിരിച്ചറിവിലേക്ക് കയറുമ്പോൾ ആസാഫ് പറയുന്ന, എൻ്റെ ദൈവത്തോട് പറ്റിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ചിന്താകുലങ്ങൾ അങ്ങനെയാണ്. നമ്മൾ സ്വയത്തെ ചാലിക്കും. സംഗീതത്തിലൊരു വാക്യമുണ്ട്, അവൻ എന്നെ മുൻപും പിൻപും അടക്കി. അതെന്തിനാണെന്നറിയാമോ അടയ്ക്കുന്നേ? നീ സ്വയത്തെ ചലിക്കാതിരിക്കാൻ വേണ്ടിയാ. പക്ഷേ ഈ മുൻപും പിൻപും ദൈവം അടയ്ക്കുമ്പോഴും നമ്മളെ ചിന്താഗതി എന്നറിയാമോ? എൻ്റെ ദൈവം കേൾക്കുന്നില്ല, എൻ്റെ ദൈവം കാണുന്നില്ല. ചിലത് കർത്താവ് നോ എന്ന് പറയാൻ മടിച്ച് അത് അടയ്ക്കുന്നു. ചില വാതിലുകൾ, മോനെ മോളെ അത് പോകണ്ട നിനക്ക്, അതുകൊണ്ടാണ് ദൈവം അടയ്ക്കുന്നു ചിലതിനെ. പക്ഷെ ദൈവം ഒരിക്കലും നിന്നെ തള്ളിയതല്ല അതിൽ നിന്ന്. നീ കർത്താവിനോട് പറ്റിയിരുന്ന ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ നല്ല ദൈവത്തോട് പറ്റിയിരുന്ന. ഇതെവിടെയാ ഇങ്ങനെ പറ്റിയിരിക്കുന്നത്? എങ്ങനെയാ കർത്താവിനോട് പറ്റിയിരിക്കും? പക്ഷേ എനിക്ക് നിങ്ങളെ പരമേൽപ്പിക്കാനുള്ള കാര്യം, കർത്താവിൻ്റെ ഹൃദയം എന്നോട് പറഞ്ഞ കാര്യം ഇതൊന്നും അല്ല. പക്ഷേ ഞാൻ ഇതിലേക്ക് എത്താൻ വേണ്ടി ഇത്ര എടുത്തതേ ഉള്ളൂ. ഇത് എവിടെയാ ഈ ഗുണങ്ങളും കർത്താവിനോട് പറ്റിയിരിക്കുന്നത്? ഈ വാഗ്ദത്തം ഇല്ല. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹൃദയത്തിൽ നിന്ന്. ഹൃദയം. ഈ പകലിൽ കർത്താവ് തേടുക കർത്താവിൻ്റെ ഹൃദയത്തെ അറിയുന്നവന്മാരെ. ഹല്ലേലൂയ. ഇതെവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഇതെങ്ങനെയാ കർത്താവിനോട് ചേർന്നിരിക്കുന്നത്? കർത്താവിനോട് ഇതെങ്ങനെയാ ചേർന്നിരിക്കുന്നത്? കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവിനെ അറിയുമ്പോൾ, ആഴമായി നീ എന്ന് കർത്താവിനെ സ്നേഹിക്കുന്നുവോ ആ നിമിഷം തൊട്ടാ ഇത് നിന്റെ ഹൃദയത്തിലേക്ക് രൂപാന്തരപ്പെട്ട് വരുന്നത്. ഞാൻ കർത്താവിനോട് പറ്റിയിരിക്കുന്നത് അപ്പോഴാണ്. എളുപ്പമല്ല. ചർച്ചിൽ വന്നിരിക്കുന്നതും പാട്ട് കേൾക്കുന്നതും പാടുന്നതും എല്ലാം ഓക്കെയാണ്. പക്ഷെ കർത്താവിൻ്റെ ഹൃദയത്തോട് പറ്റിയിരിക്കാൻ ഹല്ലേലൂയ എത്ര പേർ ആഗ്രഹിക്കുന്നു? നമ്മൾ ഒരുപാട് കഴിഞ്ഞിട്ടില്ല. എല്ലാ ആണ്ടിലും പറയും, കർത്താവേ, എപ്പോഴും പറയും, കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായം പറയുമ്പോൾ പത്രോസിനോട് കാര്യം ചോദിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നിന്റെ തൈത്തും നിന്റെ ഒന്നും വേണ്ടെന്നേ കർത്താവിന്. നിന്നെ ഉള്ളം കൊണ്ട് കർത്താവിനെ നീ ഒന്ന് രുചിച്ചറിഞ്ഞാൽ. ഈ ബൈബിൾ ഉടനീളം വായിക്കുമ്പോഴും എല്ലാം ഈ ബൈബിൾ വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട്. സൗഖ്യവും വിടുതലും എല്ലാം ഉണ്ട് ഒരു സൈഡിലാണ്. പക്ഷെ ഈ ബൈബിൾ അന്നും ഇന്നും ലോകത്തിൽ വിളിച്ചു പറയുന്ന ഒരു സത്യകാര്യമുണ്ട്, ഒരു വചനമായി നിൽക്കുന്നത്. ദൈവം സ്നേഹമാണ്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ കീഴിലാണ്, സ്നേഹത്തിൻ്റെ കീഴിൽ മാത്രമാണ്.
കേവലം സൗഖ്യത്തിന് വേണ്ടി മാത്രം ചർച്ചയ്ക്ക് കയറുന്നവരായി പോകരുത്. കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ കന്യാകുമാരിയായിട്ട് കാസർഗോഡ് കയറിയാലും നീ ദൈവത്തെ കണ്ടില്ലെങ്കിൽ നീ കയറി ഇറങ്ങി തിരിച്ചു പോകത്തേ ഉള്ളൂ. എന്നാ നിന്റെ ഉള്ളം കണക്റ്റ് ആവുന്നേ? വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറയും പ്ലഗ് ഇൻ ചെയ്യണം എന്ന് പറയും. അമ്മേൻ, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാ പാടുന്നെങ്കിലും പക്ഷേ നമ്മളെ ഉള്ളിൽ അറിയാം നമുക്ക് ഇത് സ്വർഗവുമായി കണക്ട് ചെയ്യണം, ഇത് സ്വർഗവുമായി കണക്ട് ചെയ്യണം. ഒരു നിമിഷം നിങ്ങളെ തന്നെ ഏൽപ്പിച്ച്, കർത്താവേ എനിക്ക് നിന്നോട് പറ്റിയിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ എന്തോ കുറവുകൾ, ആർക്കും അറിയാത്ത എൻ്റെ കുറവുകൾ എന്നെ ഒരുപാട് ബാക്കിലോട്ട് പിടിച്ച് വലിക്കുന്നു. കർത്താവേ, എൻ്റെ അടുക്കിലേക്ക് വരുവാൻ എന്തോ എനിക്ക് അറിയത്തില്ല. കണ്ണുകളെ അടച്ച് ഒരു നിമിഷം സമർപ്പിച്ചായി. ജീവനാഥനായ എന്നുള്ളത്തിൽ യേശുവേ വാ, രക്ഷകനേ നിന്നിൽ അഭയം ചൊല്ലും നീ കർത്താവേ, നീ മാത്രമാശ്രയം എൻ രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലും നീ എൻ കർത്താവേ, നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു അവന്റെ ഹൃദയത്തോട് പറ്റി നിൽക്കുവാൻ, ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തേ. എവിടെയാ എനിക്ക് തെറ്റിയതെന്ന് നീ ഓർക്കണ്ട, പക്ഷെ നീ പൂർണ്ണ ഹൃദയത്തോടെ, അപ്പൊ എനിക്ക് എവിടെ പിഴച്ചു, എവിടെ ഞാനൊന്ന് തെറ്റി, പക്ഷേ എൻ്റെ ഹൃദയം കൊണ്ട്, ഞാൻ ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുന്നു നിന്നോടൊന്ന് പറ്റി ചേർന്നിരിക്കുവാൻ. എനിക്കത് നല്ലതെന്ന് ഞാൻ രുചിച്ചറിയുന്നവർ ഒരു നിമിഷം സമർപ്പിച്ചാട്ടെ, ആ നല്ല ദൈവത്തോട് സമർപ്പിച്ചാട്ടെ. ഹാലലൂയ. ഒന്ന് സമർപ്പിച്ചാട്ടെ. ഒരു നിമിഷം എവിടെയാ തെറ്റിയത്, പക്ഷെ ആ സ്നേഹത്തിൽ നിന്ന് കൂടെ ഇരിക്കുവാൻ, ആ സ്നേഹത്തിൽ കുറച്ചും കൂടെ ചലിക്കുവാൻ. ആമേൻ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റിനാട്ടെ. ആമേൻ. എനിക്കറിയത്തില്ല, ഒരു നിയോഗത്തിൽ ഞാൻ പറയുക, നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ ഹാലലൂയ, നിങ്ങൾ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ ഈ ദിവസത്തിൽ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുവാൻ. അസാഫ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നത്, എൻ്റെ ദൈവത്തോട് എനിക്ക് പറ്റിച്ചേർന്നിരിക്കുന്നത് നല്ലത്. ഒന്ന് വാ തുറന്ന് പറ, ഈ സമയം എൻ്റെ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നത് എനിക്ക് നല്ലത്, എൻ്റെ തലമുറയ്ക്ക് നല്ലത്, എൻ്റെ തലമുറയ്ക്ക് നല്ലത്. സമർപ്പിച്ച് അന്യഭാഷകൾ ആരാധിച്ചാൽ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്, എവിടെയാണ് ഞാൻ വിട്ടുപോയത്, എവിടെയാ കർത്താവേ, എവിടെയാ ഞാൻ പിന്തിരിഞ്ഞു പോയത്, എവിടെയാ കർത്താവിന്റെ കുറവുകൾ. ഒരു നിമിഷം സമർപ്പിച്ച്, ഞാൻ ഒരു വർഷം വീണതാ കർത്താവ്, ഒരുപാട് വർഷം തന്നെ തള്ളിയതാ കർത്താവ്, പക്ഷെ ഞാൻ ഉള്ളം കൊണ്ട് കർത്താവ് നിന്റെ സ്നേഹത്തോട് പറ്റിച്ചേർന്നിരിക്കുക. എൻ്റെ ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുന്നവർ അമ്മേൻ, ആരും ഞാൻ നിർബന്ധിക്കത്തില്ല. ഹല്ലേലൂയ.
പക്ഷെ നിന്റെ ഉള്ളം കൊണ്ട് എൻ്റെ കർത്താവിനോട് പറ്റിയിരിക്കുന്നതാ എനിക്ക് നല്ലതെന്ന് നീ രുചിച്ചറിയുന്നുവെങ്കിൽ, എൻ്റെ സാഹചര്യം എന്തോ ആകട്ടെ, ചിലപ്പോൾ നീ അതിൽ വീണു പോയതായിരിക്കും, കുഴപ്പമില്ലെന്നേ. നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്, നിന്നെ വിളിച്ച ദൈവം സ്നേഹവാനാണ്. ലോകത്തിൽ ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ആയിരിക്കുന്നത്. ഒരു നിമിഷം നീ യേശുവേ എന്നോട് കൃപ തോന്നണമേ, എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞാൽ വേദപുസ്തകം പറയുന്നു, ലോകത്തെ നിർമ്മിച്ചവൻ, അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, ഒരു പൊട്ടനായിരുന്നവൻ, ഒരു അന്ധനായിരുന്നവൻ വിളിച്ചപ്പോൾ ദൈവം നിന്നു, ദൈവം നിന്നു. ഇന്ന് പകൽ നീ വിളിക്കുമ്പോൾ ദൈവം നിൽക്കും. ഇന്ന് പകൽ നീ വിളിക്കുമ്പോൾ ദൈവം നിൽക്കും. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഒന്ന് സമർപ്പിച്ചേ. കർത്താവ്, ഞാൻ ഒരുപാട് പിന്മാറിപ്പോയതാകപ്പ, ഒരുപാട് തെറ്റുകളുണ്ടപ്പ, ഒരുപാട് കുറവുകളുണ്ട് കർത്താവേ. പക്ഷെ എന്നെ നന്നായി അറിയുന്ന നീയാ കർത്താവേ, എന്നെ നന്നായി അറിയുന്ന നീയാ കർത്താവേ, എന്നെ നന്നായി അറിയുന്നവൻ, എന്റെ ഉള്ളത്തെ അറിയുന്നവൻ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. അകലം വിട്ട് ഒരു നിമിഷം നിങ്ങളെ തന്നെ താഴ്ത്തി ഒന്ന് പറ, അപ്പൊ ഞാൻ ഒരുപാട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. അപ്പൊ എന്നെ നന്നായി നിനക്കറിയാം കർത്താവേ, എന്നെ നന്നായി നിനക്കറിയാം കർത്താവേ. ഒരു പടിയും കൂടി അടുത്തിടുന്നേ. ആമാറോട് ചേർന്നു കിടന്ന് ആമയുടെ ആമാറോട് ചേർന്നു കിടന്ന് ആചൂടിൽ ഒതുങ്ങിയിരുന്ന് ഇനിയുള്ള നാൾ പാഴാക്കാതെ എളുപ്പനായി വേല ചെയ്യാൻ. ഇനിയുള്ള നാൾ പാഴാക്കാതെ എളുപ്പനായി വേല ചെയ്യാൻ. കർത്താവ് നിങ്ങളെ വിളിക്കുക. ആമേൻ. ദൈവം നിങ്ങളെ വിളിക്കുക, അവൻ്റെ സ്നേഹത്തിൽ നിൽക്കുവാൻ, അവനോട് പറ്റിയിരിക്കുവാൻ. ആരെങ്കിലും കൊതിക്കുന്നുവെന്ന് ദൈവം നോക്കുക. ആമേൻ. ദൈവം പ്രോഫിറ്റിനെ കുറിച്ചുള്ള സംസാരിക്കുന്നേ, ഒരു പ്രവാചകന്റെ തലയത്തോട്ടല്ല ദൈവം സംസാരിക്കുന്നേ. ദൈവം തൻ്റെ ഹൃദയത്തോട് സംസാരിക്കും. അങ്ങനെയാ നീ എത്രത്തോളം നീ ഉള്ളം കൊണ്ട് വാഞ്ചിക്കുന്നു, എത്രത്തോളം ഉള്ളം കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നു, എത്രത്തോളം നമ്മൾ വായിച്ചതുപോലെ ഞാൻ ദൈവത്തോട് പറ്റിയിരിക്കുന്നത്. എളുപ്പമല്ല, ഈ ലോകത്തിൽ എളുപ്പമല്ല അത്. പക്ഷേ എൻ്റെ കർത്താവിനോട് പറ്റിയിരിക്കുന്നവരായി ദൈവം വിളിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവം അന്വേഷിക്കുന്ന അങ്ങനെ വരെ യേശുവിൻ്റെ ഹൃദയം പറയുവാൻ. ഹല്ലേലൂയ. ആഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചട്ടെ, കർത്താവിനോട് പ്രാർത്ഥിച്ചട്ടെ. എന്തുവാ കരയണമെങ്കിൽ കരയാം. കർത്താവ്, ഞാൻ എവിടെയോ തെറ്റി. അമ്മൻ അത് മാനിഫെസ്റ്റ് ചെയ്യും. നീ എവിടെ സമർപ്പിക്കുന്നു, ആ സ്നേഹം ഇന്ന് പകൽ തന്നെ തൊടും. ആ സ്നേഹം തന്നെ പകൽ തൊടും. എവിടെ എനിക്കറിയത്തില്ല, കുറ്റബോധമാണോ എന്തോ, പക്ഷേ നീ നിൽക്കുന്നത് അപ്പൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. നീ അപ്പൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഓ റാഷേ ഹല്ലേലൂയ. ആദ്യമേ പറഞ്ഞതുപോലെ പറയുക, ഈ ദൈവവചനം മൊത്തം ഉയർത്തിപ്പിടിക്കുന്നത് ഒറ്റ കാര്യമാണ്, ദൈവം സ്നേഹമെന്ന. നീ എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും, നീ എത്ര വട്ടം ദൈവത്തെ തള്ളിയാലും നിന്നെ തള്ളാത്തൊരു ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നേ.
നീ വാ തുറന്നു പറഞ്ഞ് അത് മാനിഫെസ്റ്റ് ചെയ്യും, അത് മാനിഫെസ്റ്റ് ചെയ്യും. ഇത് പകൽ ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ മേൽ അതൊരു മഞ്ഞ് പോലെ വീഴും, മഞ്ഞ് പോലെ വീഴും, അത് മഞ്ഞ് പോലെ വീഴും, മഞ്ഞ് പോലെ വീഴും. ഹാലലൂയ, ഹാലലൂയ. ഉള്ളം കൊണ്ട് ആഗ്രഹിച്ച് 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 കർത്താവിൻ്റെ ചെറിയ ചെറിയ കുറ്റങ്ങൾ. നിന്നെ അറിയാവുന്നവൻ, നിന്നെ നന്നായി അറിയുന്നവൻ, നിന്നെ നന്നായി അറിയുന്നവൻ, നിന്നെ നന്നായി അറിയുന്നവൻ, നന്നായി അറിയുന്നവൻ ഒരുവൻ മാത്രമാണ്.